നമുക്കൊരു മാർക്കറ്റ് ഇമാജിൻ ചെയ്യാം. അതായത് നമ്മളെല്ലാം സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ഒരു വലിയ മാർക്കറ്റ്, ചെറിയ മാർക്കറ്റ് അല്ല, വലിയ അത്യാവശ്യം വലിയ സൈസുള്ള ഒരു മാർക്കറ്റ്. അതായത് അവിടെ 1500-2000 കടകളുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പലതരം സാധനങ്ങൾ വിൽക്കണ പലതരം ഷോപ്സ് ഉണ്ടാവും, കടകൾ ഉണ്ടാവും അല്ലെ. ഇലക്ട്രോണിക്സ് ആയിരിക്കാം, വണ്ടി ആയിരിക്കാം, IT സർവീസുകളായിരിക്കാം, മെഷീൻസ് ആയിരിക്കാം, ബ്രഷും പേസ്റ്റും സോപ്പും ആയിരിക്കാം, ഫുഡ് ആയിരിക്കാം. അങ്ങനെ എല്ലാത്തരം സാധനങ്ങളുള്ള വലിയൊരു മാർക്കറ്റ്. സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ബയ്യേഴ്സും അതുപോലെ വിൽക്കാൻ വേണ്ടി അവിടെ സെല്ലേഴ്സും ഉണ്ട്. ഈ ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുമിച്ച് വന്ന് അവിടെ മീറ്റ് ചെയ്യുന്നു. ഈ മാർക്കറ്റിൽ ഒരു വലിയ ബുക്ക് ഉണ്ടെന്ന് കരുതുക. അതായത് ഒരു ലെഡ്ജർ മാതിരി. എല്ലാ ദിവസവും വൈകുന്നേരം ആ മാർക്കറ്റിൽ ഉള്ള ടോപ്പ് 50 കമ്പനികൾ അല്ലെങ്കിൽ ടോപ്പ് 50 കടകൾ, ആ കടകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് ഈ ബുക്കിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് എഴുതി വെക്കാണെന്ന് കരുതുക. അതായത് ഇത്രയും 1500-ലധികം കടകളുള്ള ഒരു മാർക്കറ്റിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 50 കടകൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് ഈ ലെഡ്ജർ ബുക്കിൽ എഴുതി വെക്കും. ആരവിടെ വന്നാലും വൈകുന്നേരം സമയത്താണെങ്കിൽ, അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ വന്നിട്ട് ആ ലെഡ്ജർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മാർക്കറ്റിന്റെ ഒരു ഹെൽത്ത് മനസ്സിലാവൂലേ. അതായത് അന്നത്തെ ദിവസം ആ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തു എന്ന്. അതിന് എല്ലാ കടകളിലും കയറി നോക്കേണ്ട കാര്യമില്ല. ടോപ്പായിട്ടുള്ള കടകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മൂഡ് മനസ്സിലാവും. ആ മാർക്കറ്റ് എങ്ങനെയാന്ന് പെർഫോം ചെയ്തു. ഞാൻ പറയുന്നത് ഒരു മാർക്കറ്റിന്റെ കാര്യം ഉണ്ടാവും. സാധനങ്ങളെല്ലാം മേടിക്കാൻ പോകുന്ന ഒരു സ്ഥലം സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഈ സെയിം മാർക്കറ്റിലെ ആ മാർക്കറ്റ് 1992 1992 സ്റ്റാർട്ട് ചെയ്തെന്ന് കരുതുക. ആ മാർക്കറ്റിന്റെ പേര് NSE ആണെന്ന് കരുതുക. NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പൊ ആലോചിച്ചോക്കി, ആ മാർക്കറ്റിന്റെ പേര് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ്. മുംബൈയിൽ 1992 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു കുറെ ഷോപ്പുകൾ അവിടെ ഉണ്ടെന്ന്. 1500-2000-ലധികം ഷോപ്പുകൾ അവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ 50 കമ്പനികൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. മാർക്കറ്റിന്റെ പേര് NSE എന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ മാർക്കറ്റിൽ ഉള്ള കടകളുണ്ടല്ലോ, അതായത് NSEയിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഇത്രയും കമ്പനികൾ, അതിനകത്ത് ടോപ്പായിട്ടുള്ള 50 കമ്പനികൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോണിക്സ് ആയിരിക്കാം, ബാങ്കിങ് സർവീസ് ആയിരിക്കാം, IT ആയിരിക്കാം, വണ്ടികളായിരിക്കാം, FMCG ആയിരിക്കാം, അതായത് സോപ്പ് ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കമ്പനികൾ എന്ന് പറയുമ്പോൾ HDFC, റിലയൻസ്, ഇൻഫോസിസ്, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെയുള്ള കമ്പനികൾ. ഇതെല്ലാം ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അതാണ് നമ്മുടെ മാർക്കറ്റ്. ആ മാർക്കറ്റിലെ കമ്പനികളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിനകത്തെ ടോപ്പ് 50 കമ്പനികൾ, ആ 50 കമ്പനികളുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ലെഡ്ജർ ബുക്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കില്ല എല്ലാം വൈകുന്നേരം ഇവരെങ്ങനെ പെർഫോം ചെയ്തു എന്ന്. അത് എടുത്ത് എഴുതി വെക്കുന്ന ലെഡ്ജർ ബുക്ക് ഉണ്ടല്ലോ, അതിനെ നമുക്ക് നിഫ്റ്റി 50 എന്ന് വിളിക്കാം. നിഫ്റ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ആ പേരെങ്ങനെയാണെന്നുള്ളൂ. NIFTY എന്നാണല്ലോ, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ടോപ്പ് 50 കമ്പനീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിലെ ടോപ്പ് 50 കടകളുടെ ഡെയിലി റിപ്പോർട്ട് നമുക്ക് നിഫ്റ്റി 50 എന്ന് പറയുന്ന ലെഡ്ജർ ബുക്കിൽ കാണാൻ പറ്റും. അതായത് ഇപ്പൊ ചുമ്മാ നിഫ്റ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് 25,000 എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും എന്താണ് ഈ 25,000? അത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ ക്രിക്കറ്റിൽ സ്കോർ ബോർഡ് കാണിക്കുമല്ലോ, പോയിന്റ്സ്, അതൊരു സ്കോർ ബോർഡ് മാത്രമാണ്. ഈ ടോപ്പ് 50 കമ്പനീസ് നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ എല്ലാവരുടെയും ഷെയർ എടുത്ത് വെച്ചിട്ട്, ഷെയർ വാല്യൂ അതെല്ലാം കൂടി ആ കമ്പനി ചെയ്തിട്ട് അതിന്റെ ആവറേജ് എടുക്കുന്നുള്ളൂ. അതിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല. അതിന്റെ ഒരു പോയിന്റ് മാത്രമാണ് നിഫ്റ്റി 50യുടെ വാല്യൂ നമ്മൾ കാണുന്നത്. അതായത് അപ്പൊ ആ നിഫ്റ്റി 50യുടെ ഡെയിലി വാല്യൂ നോക്കുമ്പോൾ അത് മുകളിലേക്കാ പോയേക്കുന്നെങ്കിൽ, ലാസ്റ്റ് ദിവസത്തേക്കാളും മുകളിലേക്കാ പോയേക്കുന്നെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം മാർക്കറ്റ് ഇന്ന് നല്ലോണം പെർഫോം ചെയ്തു. താഴത്തേക്കാണെങ്കിൽ മാർക്കറ്റ് നല്ലോണം പെർഫോം ചെയ്തില്ല എന്നും പറയാം. ഇത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മുടെ ആ മാർക്കറ്റിന്റെ കാര്യം തന്നെ എടുത്താൽ മതി. ആദ്യം പറഞ്ഞ എക്സാമ്പിൾ അത്രേ ഉള്ളൂ. പേര് നിഫ്റ്റി എന്നാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ലെഡ്ജർ ബുക്ക്. അതായത് ഇപ്പോൾ മഴ വരുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആകാശത്തോട്ട് നോക്കാം അല്ലെ, അത്രേ ഉള്ളൂ. ആ മാർക്കറ്റിന്റെ മൂഡ് അറിയാൻ വേണ്ടി നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുന്നു.